സാഹിത്യ വിമർശനത്തെക്കുറിച്ചിട്ടുള്ള ചില ആലോചനകൾ എന്ന നിലയിലാണ് ഈ സെഷൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശീർഷകമായിട്ട് നല്ലതും ചീത്തയും വേർതിരിക്കലല്ല സാഹിത്യ നിരൂപണം എന്ന ഒരു പ്രസ്താവനയാണ് ഇതിൻ്റെ സംവിധായകർ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രസ്താവനയെ മുൻനിർത്തി ഈ സെഷനിലേക്ക് കടക്കുമ്പോൾ ഈ പ്രസ്താവനയുടെ തുടർച്ചയിൽ ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉദിക്കാം. അപ്പോൾ എന്താണ് സാഹിത്യ വിമർശനം? നല്ലതും ചീത്തയും വേർതിരിക്കലല്ല എങ്കിൽ മറ്റെന്താണ് സാഹിത്യ വിമർശനം എന്നൊരു ചോദ്യം സ്വാഭാവികമായി പ്രസ്താവനയുടെ തുടർച്ചയായിട്ടുണ്ട്. ഈ ചോദ്യത്തിന് വിശദീകരണം അല്ലെങ്കിൽ വ്യക്തത കൈവരിക്കുക എന്നുള്ളതായിരിക്കാം ഈ സെഷൻ്റെ ലക്ഷ്യമായിട്ട് ഇതിൻ്റെ സംവിധായകരുടെ പിന്നിലുണ്ടാവുക എന്ന് കരുതുന്നു. അത്ര ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക കൂടിയായിട്ടാണ് ഈ സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. 3 പാനലിസ്റ്റുകളാണുള്ളത്. 5 മിനിറ്റ് വീതം 2 റൗണ്ടായിട്ട് 3 പേരും സംസാരിക്കുമെന്ന് കരുതാം. അതിനുശേഷം ഒരു പൊതു ചർച്ചയിലേക്ക് നമുക്ക് നീങ്ങുകയും ചെയ്യാം. സാഹിത്യ വിമർശനത്തെക്കുറിച്ച് നമ്മുടെ പൊതുബോധത്തിൽ ഇപ്പോഴും ഉള്ള ഒരു ധാരണയെ ഖണ്ഡിക്കുകയാണ് ഞാൻ മേൽപ്പറഞ്ഞ അതിൻ്റെ ശീർഷകം. നല്ലതും ചീത്തയും വേർതിരിക്കലല്ല സാഹിത്യ വിമർശനം എന്ന് പറയുന്നതിലൂടെ സമകാലിക സാഹിത്യ വിമർശനം മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ കൂടിയാണെന്ന് തോന്നുന്നു ഈ പാനലിസ്റ്റുകൾ ഉദ്യമിക്കുന്നത് എന്ന്. ഒരർത്ഥത്തിൽ സാഹിത്യ വിമർശനം നിലനിൽക്കുന്ന ഒന്നല്ല എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഈ അടുത്ത് ഞങ്ങളിൽ പലരും പങ്കെടുത്ത പല വേദികളിലും ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന്, എന്തുകൊണ്ടാണ് സാഹിത്യ വിമർശനം ഇന്ന് കേരളത്തിലില്ലാത്ത? സാഹിത്യ വിമർശനം മരിച്ചു കഴിഞ്ഞു, KP അപ്പനാണ് അവസാനത്തെ സാഹിത്യ വിമർശകൻ എന്നൊക്കെയുള്ള ധാരണ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്, ഇന്നും നമ്മുടെ പൊതുബോധത്തിലുണ്ട്. സാഹിത്യ വിമർശനം നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണ്? എങ്ങനെയൊക്കെയാണ് സാഹിത്യ വിമർശനം മുന്നോട്ട് നീങ്ങുന്നത്? നേരത്തെ പറഞ്ഞ പോലെ മൂല്യവിചാരമല്ല സാഹിത്യ വിമർശകർ ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ആണ് ചെയ്യുന്നത്? അതിൻ്റെ പ്രസക്തി എന്താണ്? തുടങ്ങിയ ആലോചനകളിലേക്ക് നമുക്കിത് കൊണ്ടുപോകാം എന്ന് കരുതുന്നു. പഴയ ഖണ്ഡന മണ്ഡന വിമർശനങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാഹിത്യം എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണ തന്നെ പഴയതിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നതാണ്. സാഹിത്യം എന്നാൽ എഴുത്തുകാരനോ അല്ലെങ്കിൽ ചരിത്രമോ ഒളിപ്പിച്ചു വെച്ച എന്തോ അർത്ഥം ഒളിപ്പിച്ചു വെച്ച രഹസ്യ പദ്ധതിയാണ് കൃതി എന്ന ധാരണ ഇന്ന് പൊതുവെ പിൻപറ്റപ്പെടുന്നില്ല. മറിച്ച് ഒരു ഭാഷാ വ്യവഹാരം മാത്രമാണ് ഒരു സാഹിത്യകൃതി എന്നും അതിന് ഭിന്നമായ പാഠസാധ്യതകളാണുള്ളതെന്നും ഭിന്നമായ വായനാ സാധ്യതകളാണുള്ളത് എന്നും സാഹിത്യത്തെ നാം ഇന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാഹിത്യ വിമർശനം എന്ന് പറയുന്നതും കൃതിക്കുള്ളിലുള്ള അർത്ഥത്തെ വെളിപ്പെടുത്തുന്ന നിർദ്ധരിക്കുന്ന ഒരു പരിപാടി അല്ലാതായി മാറി. ശരിയായ ഒരു സാങ്കേതിക വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലാതായി മാറി സാഹിത്യ വിമർശനം എന്ന് പറയുന്നത്. സംസ്കാര വിമർശനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു വഴിയിലേക്ക് അത് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ വഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇതിൻ്റെ വാചകമായിട്ട് വരുന്നത്. അത് മൂല്യവിചാരമല്ല, ഒരു സാഹിത്യകൃതി എടുത്ത് ഇത് നല്ലതാണെന്ന് ചീത്തയാണെന്ന് വേർതിരിക്കലല്ല. സാഹിത്യ വിമർശകൻ ഒരു ജഡ്ജോ അല്ല, ഒരു വിധികർത്താവിൻ്റെ റോളിൽ നിന്ന് സാഹിത്യ വിമർശനം മാറിക്കഴിഞ്ഞു. അത്തരം പ്രഭാവലയങ്ങളൊക്കെ സാഹിത്യ വിമർശകർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു പശ്ചാത്തലമായിട്ട് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു പക്ഷേ ഈ ശീർഷകം സ്വീകരിച്ചിട്ടുണ്ടാവുക ഈ ഫെസ്റ്റിവലിൻ്റെ തന്നെ ക്യൂറേറ്ററായ ഡോക്ടർ PK രാജശേഖരനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കാം. ഈ നല്ലതും ചീത്തയല്ല സാഹിത്യ വിമർശനമെങ്കിൽ പിന്നെ എന്താണ് സാഹിത്യ വിമർശനം എന്നതുകൊണ്ട് ഇതിൻ്റെ ശീർഷക കർത്താവ് എന്ന നിലയിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നല്ലതും ചീത്തയും വേർതിരിക്കലല്ല എന്നുള്ളതൊരു പ്രൊവോക്കിംഗ് ഹെഡിങ്ങാണ്. അപ്പോൾ അത് ഈ വന്നിരിക്കുന്ന ആളുകൾ, ഇവിടെ ഇരിക്കുന്നവരല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ചിന്തയ്ക്ക് പ്രേരണ ചെലുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശീർഷകം സ്വീകരിച്ചത്. അത് അതിൻ്റെ മുഖവുരയായിട്ട് അത് പറയാം. രണ്ടാമത് റഫീഖ് പറഞ്ഞല്ലോ, നമ്മുടെ പൊതുബോധത്തിൽ KP അപ്പനാണ് അവസാനത്തെ നിരൂപകൻ എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ തന്നെ. അപ്പന്മാർ മാത്രം പോരാ, മക്കളും വേണ്ടേ ഈ നാട്ടിൽ. അപ്പോൾ പിന്നെ കുറച്ച് മക്കളും ഇവിടെ ഇരിപ്പുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത് സാഹിത്യ വിമർശനം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുക വിക്കിപീഡിയയിലൊക്കെ കിട്ടുന്ന ഒരു ഉത്തരമാണ്. അതിനപ്പുറം ഇതെന്താണ് ചെയ്യുന്നത്? അതിനു മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പുസ്തകാഭിപ്രായമല്ല സാഹിത്യ നിരൂപണം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോ മലയാളത്തിലിപ്പോൾ മാസികകളിലൊന്നും പുസ്തകാഭിപ്രായം ഇല്ല. പണ്ട് കൈപ്പറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ചെറിയ പടവും കൊടുത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് പത്രാധിപന്മാർക്ക് അത് മാത്രമേ ചെയ്യാൻ വഴിയുള്ളൂ.
അപ്പോൾ ബുക്ക് റിവ്യൂ ഏതാണ്ട് പത്രമാസികകളിൽ അസ്തമിച്ച് കഴിഞ്ഞു. പകരം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലാണ് ബുക്ക് റിവ്യൂ ഉള്ളത്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പുസ്തകാഭിപ്രായം എഴുതുന്ന ആളുകൾ മുഴുവൻ നിരൂപകരാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സാഹിത്യ നിരൂപണം അതല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കണം. സാഹിത്യ നിരൂപണം സർഗാത്മകമായ സൈദ്ധാന്തികമായ അടിത്തറയുള്ള ഒരു വ്യവഹാരം ആണ്. മറ്റേതൊരു സാഹിത്യ രൂപത്തെയും പോലെയാണ് അത് നിൽക്കുന്നത്. അതിനകത്തൊരു വ്യത്യാസം, ഒരു സാഹിത്യകൃതി, അതായത് മൗലിക സാഹിത്യകൃതി അല്ലെങ്കിൽ സർഗാത്മകമായ ഒരു കൃതി, ഒരു നോവലോ ചെറുകഥയോ ഉണ്ടാകുന്നു. ആ ചെറുകഥയും നോവലും അല്ലെങ്കിൽ കവിതയും അതുണ്ടായ പ്രോസസ്സിലേക്ക്, അതുണ്ടായ പ്രക്രിയയിലേക്കുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സാഹിത്യ വിമർശനം നടത്തുന്നത്. അതായത് ഒരു സാഹിത്യകൃതിയുടെ അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് ഞാനോ സുനിലോ രാഹുൽ രാധാകൃഷ്ണനോ ഒക്കെ ശ്രമിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് മുമ്പേ നടന്നവരും ഞങ്ങൾക്ക് ശേഷം ഇനി വരാനിരിക്കുന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം, സാഹിത്യ വിമർശനം അല്ലെങ്കിൽ നിരൂപണം, സംസ്കൃതത്തിൽ ഈ രണ്ട് വാക്കുകൾക്കും രണ്ട് തരം അർത്ഥമാണ് ഉള്ളതെങ്കിലും നമ്മൾ ക്രിറ്റിസിസം എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇന്ന് മലയാളത്തിൽ നിരൂപണമെന്നും വിമർശനമെന്നും ഉദ്ദേശിക്കുന്നത്. ഈ പ്രക്രിയ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ ഉപാദാനങ്ങളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ടൂൾസ് ഉപയോഗിക്കാം. അത് വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം, ഭാഷയെ കേന്ദ്രീകരിച്ച്, അങ്ങനെ അനേകങ്ങളായ സാധ്യതകളിലൂടെ സാഹിത്യകൃതികളെ പഠിക്കാം. എന്തിന്? ഈ സാഹിത്യകൃതിയെ അതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും മാനവിക ശാസ്ത്രശാഖകളുമായിട്ട് ബന്ധപ്പെടുത്തി പോലും പഠിക്കാനും. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ ഓരോ കൃതിയിലും അന്തർലീനമായിട്ടുള്ള, അതിലൊളിഞ്ഞു കിടക്കുന്ന പല പല അടരുകൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതെല്ലാം, അതിലെ സാമൂഹിക സംഘർഷങ്ങൾ, ഒരുപക്ഷെ ഈ കൃതി എഴുതിയ ആൾ അറിഞ്ഞോ അറിയാതെയോ ഒളിച്ചു വച്ചിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, അതെല്ലാം പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോഴുള്ള ഈ വായന ഒരു അതിവായനയായി തീരും. ചിലപ്പോൾ ആ സാഹിത്യ വിമർശനം ഈ കൃതിയുടെ അപ്രീസിയേഷൻ മാത്രമല്ല, അതിനെ തകർക്കുന്ന ഒരു പ്രക്രിയ പോലും ആയിത്തീരാം. അതിലൂടെ നമ്മുടെ ഒരു സാഹിത്യകൃതിയെ നമ്മുടെ ചരിത്ര സന്ദർഭത്തിലും സാമൂഹിക സന്ദർഭത്തിലും പ്രതിഷ്ഠിക്കുന്ന സവിശേഷമായൊരു പ്രവർത്തനമാണ് സാഹിത്യ വിമർശകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് നല്ല കൃതി, ഇത് വായിച്ച ഉടനെ തന്നെ നിങ്ങൾ ധന്യരാവുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്ന് നാട്ടുകാരെ അറിയിക്കാനോ, ഈ വായനക്കാരൊക്കെ മണ്ടന്മാരാണ്, അവർക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഇതാ ജ്ഞാനിയായ ഞാൻ ഇതൊരു നല്ല പുസ്തകം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്ന പരിചയപ്പെടുത്തൽ പണിയൊന്നും നിരൂപർക്കില്ല. അത് ബുക്ക് റിവ്യൂവേഴ്സ് ചെയ്തുകൊള്ളും, അവരത് പരിചയപ്പെടുത്തും. ചിലപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകാം. അപരിചിതമായ ഒരു സാഹിത്യകൃതിയെ, മറ്റൊരു വിദേശ ഭാഷയിലെ അസാധാരണമായൊരു കൃതിയെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടർത്ഥത്തിൽ പരിചയപ്പെടുത്താം. ഒന്ന്, സാധാരണ ഒരു പുസ്തകാഭിപ്രായമായി പരിചയപ്പെടുത്താം. മറിച്ച് സാഹിത്യ നിരൂപണത്തിൻ്റെ രീതികൾ ഉപയോഗിച്ചും പരിചയപ്പെടുന്നതിന് സൈദ്ധാന്തികമായ പിൻബലം വേണം. ഈ സാഹിത്യ വിമർശനത്തിനകത്ത് മറ്റ് രണ്ട് വായും കൂടെ കിടപ്പുണ്ട്. അതിലൊന്ന് വിലയിരുത്തലാണ്, വേറൊന്ന് വ്യാഖ്യാനം അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഈ വ്യാഖ്യാനവും വിലയിരുത്തലിലൂടെയും സാഹിത്യകൃതിയിൽ നിന്ന് ഒരു പുതിയ പാഠം സൃഷ്ടിക്കുകയും ഈ സാഹിത്യകൃതിയെ നമ്മുടെ സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സന്ദർഭത്തിൽ പുതുതായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാഹിത്യ വിമർശനം ചെയ്യുന്ന റോൾ. അല്ലാതെ ഇത് നല്ല കൃതി, ഇത് മോശം കൃതി എന്ന് പറയുന്ന ബൈനറികളിൽ ഒരു കൃതിയെ തളച്ചിടലല്ല സാഹിത്യ വിമർശനം. അത് ഒരു പൊതുധാരണ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ മാഷിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ പെരിയാർ പറഞ്ഞതുപോലെ പല അടരുകളെ വെളിച്ചപ്പെടുത്തലാണ് സാഹിത്യ വിമർശനം ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സാഹിത്യ വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനിധികളിൽ ഒരാളാണ്, രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും. മാഷി സംസ്കാര വിമർശനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ധാരയിൽ പ്രബലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് താനും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല അടരുകളെ വെളിപ്പെടുത്താനുള്ള ശ്രമം മലയാള വിമർശനത്തിൽ നടക്കുന്നുണ്ട് എങ്കിലും രൂപസംബന്ധിയായ ആലോചനകൾ, രൂപത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഒട്ടും വികസിപ്പിക്കാൻ നമ്മുടെ സാഹിത്യ വിമർശനത്തിന് കഴിഞ്ഞില്ല. ഒറ്റയല്ല ഞാൻ പറയുന്നത്. ഇപ്പം പെരിയാർ തന്നെ ഹിന്ദുലേഖയെ സംബന്ധിച്ച് രൂപവും പ്രത്യയശാസ്ത്രവും എന്നുള്ള പഠനം എഴുതിയിട്ടുണ്ട്. പക്ഷേ രൂപം എന്ന് പറയുന്നത് ഇപ്പോഴും എന്തോ ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണെന്നുള്ള ധാരണ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പല അടരുകളെ വെളിച്ചപ്പെടുത്താൻ നമ്മൾ രൂപത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. സാഹിത്യ വിമർശനം സാങ്കേതിക വിമർശനമാകണം എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞൊരാൾ കേസരി ബാലകൃഷ്ണപിള്ള. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാഹിത്യം ഒരു നിർമ്മാണ വിദ്യയാണെന്നും ആ നിർമ്മാണം വാസ്തവത്തിൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് രൂപനിർമ്മാണത്തിലാണ് എന്നും കേസരി ഉന്നുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ സംഭവിച്ച ഒരു വലിയ ദൗർഭാഗ്യം, ഈ രൂപഭദ്രതാവാദം ഉണ്ടാക്കിയ ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷത്തിൽ
രൂപത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടാണ് എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ റഷ്യൻ ഫോർമുലിസത്തെക്കുറിച്ചുള്ള ചർച്ചയുടെയൊക്കെ പശ്ചാത്തലത്തിലൂടെ വേര് പിടിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അത് വളരെ രൂപമാത്രവാദം എന്നത് ശരിയല്ല, രൂപം മാത്രമാണ് എന്ന് കരുതുന്നത് ശരിയല്ല. പക്ഷേ സാഹിത്യകൃതിയെ സംബന്ധിച്ച് അതിൻ്റെ രൂപസംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും ആഴത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു രൂപം വെറുതെ ഉണ്ടായി വരുന്ന ഒന്നല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷനും ഹിസ്റ്റോറിക്കലായി ഇവോൾവ് ചെയ്തു വരുന്ന സെൻസിബിലിറ്റിയും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനമാണ് രൂപം. അതായത് ഭാവനയുടെ ചരിത്രപരമായ ചില പാറ്റേണുകൾ, അതിലൂടെ അനുഭവത്തിൻ്റെ ചരിത്രപരമായ ചില ഘടനാ സംവിധാനങ്ങൾ, ഇത് രണ്ടും കൺവെർജ് ചെയ്യുന്ന, ഒത്തുചേരുന്ന ഒരു സ്ഥാനമാണ് രൂപം. ഇപ്പോൾ വളരെ പ്രമുഖനായ മാർക്സിസ്റ്റ് ചിന്തകൻ കൂടിയായിരുന്ന ലൂക്കാച്ച് ഒരു സന്ദർഭത്തിൽ പറയുന്നൊരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രബന്ധങ്ങൾ ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് രൂപത്തിലാണ്. ഈ വാക്യം ഉദ്ധരിച്ചിട്ട് ടെറി ഈഗിൾട്ടൺ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വാക്യം ഒരു മാർക്സിസ്റ്റിൽ നിന്ന് കേൾക്കാൻ കഴിയുമെന്ന് നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കില്ല. പക്ഷേ ലൂക്കാച്ച് ഇത് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രൂപം എന്ന് പറയുന്നത് റഫീഖ് പറഞ്ഞതുപോലെ ഒഴിഞ്ഞൊരു പാത്രമല്ല, ആ പാത്രത്തിലേക്ക് ആശയങ്ങൾ കോരി നിറക്കിയല്ല, രൂപത്തിലൂടെയാണ് നമുക്കൊരനുഭവം നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംപ്രഷനിസം എന്ന് പറയുന്ന ഒരു കലാപ്രവണത ചിത്രകലയിൽ വരുന്നത് വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഉറച്ച പ്രതലത്തെക്കുറിച്ചുള്ള ഒരു ന്യൂട്ടോണിയൻ സങ്കല്പത്തിൻ്റെ തകർച്ച കൂടി അതിനകത്തുണ്ട്. യാഥാർത്ഥ്യം ആപേക്ഷികമായി തീരുന്നു, വസ്തുയാഥാർത്ഥ്യത്തിൻ്റെ സുസ്ഥിരത തകരുന്നു, ലോകയാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ വളരെ ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്ന ഒരു പുതിയ സാമൂഹ്യ സന്ദർഭം. മാർക്സിൻ്റെ പ്രസിദ്ധമായ മാനിഫെസ്റ്റോയിൽ ഒരു നിരീക്ഷണമുണ്ട്, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു എന്ന് മാർക്സ് എഴുതുന്നുണ്ട്. സിഗ്മണ്ട് ബൗമൻ പിന്നീട് പറഞ്ഞത് വരാനിരിക്കുന്ന മോഡേണിസത്തിൻ്റെ മുഴുവൻ ദർശനവും വാസ്തവത്തിൽ ഈ വാക്യത്തിലുണ്ട് എന്നാണ്. കാരണം മോഡേണിസം ഉറച്ചു നിന്ന ലോകം ഇളകി ചെതറിപ്പോയൊരു സമയത്ത് ആ ഇളകിപ്പറിഞ്ഞു പോയ ലോകത്തെ രൂപസംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് മോഡേണിസ്റ്റുകൾ ശ്രമിച്ചത്. അത് ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ ഭദ്രരൂപം കൊണ്ട് സാധ്യമല്ല. ക്ലാസിക്കൽ റിയലിസം ഉണ്ടാക്കിയ ബെൽസാക്ക് എഴുതിയ, സ്റ്റെൻഡാൾ എഴുതിയ, അല്ലെങ്കിൽ തകഴി എഴുതിയ ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ ഒരു ഭദ്രവ്യവസ്ഥയ്ക്ക് അകത്ത് വെച്ച് ഈ എലിയറ്റ് പറയുന്ന എന്താ പറയുക, ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്, ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരമായി തീർന്ന ഒരു ലോകാനുഭവത്തെ ആവിഷ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ ആ ആവിഷ്കാരം യാഥാർത്ഥ്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അനുഭവത്തിൻ്റെ ഒരു പുതിയ ഘടന വന്നാൽ ആ അനുഭവത്തിൻ്റെ ഘടനയെ നിങ്ങൾക്ക് രൂപത്തിൻ്റെ പുതിയൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതിപ്പോൾ ബഷീർ മലയാളത്തിൽ നോവൽ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് ബഷീർ എന്നൊരു ഘട്ടത്തിലൊരു നസ്യമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ബഷീർ ചെയ്തത് മനുഷ്യരെന്ന് പറയുന്നവരെ പറയുന്നവരായി നാം അക്കാലം വരെ പരിഗണിച്ചത് ആരാണോ അതിനപ്പുറത്തുള്ളവരെ മനുഷ്യരായി കാണലാണ്. പെറുക്കികൾ, ലുംബൻ എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തെ നോവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആദർശ മാനുഷികതയെ മുൻനിർത്തി ഉണ്ടാക്കിയ നവോത്ഥാന നോവലുകളുടെ സ്ട്രക്ചർ അവിടെ പര്യാപ്താവില്ല. അവിടെ നോവലിൻ്റെ ഘടന പൊട്ടണം. അതാണ് പാത്തുമ്മയിൽ സംഭവിക്കുന്നത്, അതാണ് ബഷീറിൻ്റെ പല എഴുത്തുകളിലും സ്ഥലം കഥകളിലും ഒക്കെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ ക്ലാസിക്കൽ റിയലിസ്റ്റ് നോവലിൻ്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ ഇത് നിൽക്കില്ല. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേസരി പറയുന്നുണ്ട്, ഒരു രൂപം മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ചരിത്ര സന്ദർഭങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോവൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുതുതായി രൂപപ്പെട്ട റാൽഫോക്സിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ്, നോവൽ ആൻഡ് ദ പീപ്പിൾ. പ്രജയിൽ നിന്ന് പൗരത്വത്തിലേക്ക് ആധുനിക സമൂഹം പരിണമിച്ചു വരികയും ആ പൗരത്വത്തിൻ്റെ പുതിയ ഒരു സാമൂഹ്യ ജീവിത സന്ദർഭം വരികയും ചെയ്യുമ്പോഴാണ് നോവൽ ഉണ്ടാവുന്നത്. ഭാവഗാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ജോണറാണ്. അതിൻ്റെ അനുഭവഘടനയുണ്ട്, അതിൻ്റെ പദകോശമുണ്ട്, അതിൻ്റെ ഡിക്ഷനുണ്ട്. ഇതിനൊന്നും നിങ്ങൾക്ക് രൂപത്തിന് പുറത്തു വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രൂപം വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോരി നിറയ്ക്കാവുന്ന ഏതാശയവും വാരി വെതറാവുന്ന ഒരു സംഗതിയല്ല. ഒരു രൂപം എന്ന് പറയുന്നത് ഏറ്റവും ആഴത്തിൽ നമ്മുടെ കാലത്തെ വലിയ ചിന്തകനായ, സമീപകാലത്ത് അന്തരിച്ചുപോയ മാർക്സിസ്റ്റ് ചിന്തകൻ കൂടിയായിട്ടുള്ള ഫ്രെഡറിക് ജെയിംസൺ പറയുന്നത്, ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ് രൂപം. ആശയത്തിൻ്റെ പ്രത്യക്ഷതലം പ്രമേയമാണ്, ആശയത്തിൻ്റെ ദ്വിതീയ തലം അനുഭവമാണ്,
ആശയത്തിൻ്റെ ഏറ്റവും അഗാധമായ ചരിത്രതലം രൂപമാണ്, സെഡിമെൻറ്റഡ് കണ്ടൻറ്റ് എന്ന് അദ്ദേഹം രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സാഹിത്യ വിചിന്തനത്തിൽ ഈ രൂപത്തെ ചരിത്രപരമായി നോക്കാനോ രൂപമൊരു ചരിത്രബന്ധമാണ് എന്ന നിലയ്ക്ക് അതിനുള്ളിൽ അരങ്ങേറുന്ന സംഘർഷങ്ങളെ നോക്കിക്കാണാനോ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. ഒരു ഉദാഹരണം ഞാനിവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇപ്പം നളചരിതം എന്ന് പറയുന്ന ആട്ടക്കഥ 18-ാം നൂറ്റാണ്ട് ഒടുവിലുണ്ടായെങ്കിലും ആ ആട്ടക്കഥയുടെ രൂപപരമായ ശൈഥില്യത്തെ മറികടന്ന് അത് അരങ്ങിലൊരു ജീവിതം നേടിയത് 20-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ ആടാനും പാടാനും കൊള്ളാത്ത കഥ എന്ന നിലയ്ക്ക് രൂപസംവിധാനത്തിന് പുറത്തായിരുന്നു. അത് ആടാനും പാടാനും പറ്റുന്ന കഥയായി തീർന്നത് മനുഷ്യാനുഭവം എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ ചിട്ടവട്ടങ്ങളുടെ സുനിശ്ചിതത്വത്തിനകത്തല്ല, മറിച്ച് ആധുനിക വ്യക്തിത്വത്തിൻ്റെ സംഘർഷങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുന്ന നവോത്ഥാനവും അതിനു പിന്നാലെ വന്ന സന്ദർഭവുമാണ് നളചരിതത്തെ അരങ്ങിലെത്തിച്ചത്. അതുവരെ അത് രൂപപരമായി തകർന്നൊരു കൃതിയായിരുന്നു, അല്ലെങ്കിൽ രൂപപരമായി അപര്യാപ്തമായിരുന്നു, അരങ്ങിൽ ചിട്ടയില്ലാത്ത കൃതിയായിരുന്നു. ആ ചിട്ടയില്ലായ്മ വാസ്തവത്തിൽ ചരിത്രം ഉണ്ടാക്കിയ ഒരു സംഘർഷമാണ്. ഇങ്ങനെ നോക്കാൻ കഴിയുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രൂപം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ബൂർഷ്വാ വ്യതിയാനാണ് എന്ന് കരുതിയ ഒരു ഘട്ടമുണ്ടായതുകൊണ്ട് രൂപത്തെക്കുറിച്ച് ആലോചിച്ചുകൂടാ. പഴയൊരു ചീത്ത വാക്ക് രൂപഭദ്രന്മാർ എന്നാണ്. അത് ഒരു പോരായ്മയായിട്ടൊരു ഘട്ടത്തിലുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നാണ് തോന്നുന്നത്. നമുക്ക് രാഹുലിലേക്ക് വരാം. സമകാലിക മലയാള വിമർശനത്തിൻ്റെ പ്രതിനിധികളിൽ ഒരാൾ എന്ന നിലയിൽ ഈ പാനലിൽ തന്നെ രാഹുലിനൊരു പ്രത്യേകത ഉണ്ട്. അത് മറ്റു രണ്ടുപേരും സാഹിത്യവും ഭാഷയും അക്കാദമികമായി പഠിച്ച ആളുകളാണ്. രാഹുൽ അതിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യവഹാര മേഖല, നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖല സാഹിത്യമൊന്നുമല്ല. പക്ഷേ തൻ്റെ താല്പര്യമാണ് അദ്ദേഹത്തെ സാഹിത്യ വിമർശനത്തിലേക്ക് അടുപ്പിച്ചത്. രാഹുലിൻ്റെ രചനകൃതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ പുറത്തായതുകൊണ്ട് തന്നെ, സാഹിത്യത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ സാഹിത്യ സിദ്ധാന്തങ്ങളെക്കാൾ രാഹുൽ സ്വീകരിക്കുക ഇതര മേഖലകളിൽ നിന്ന് സിദ്ധാന്തം. ഇപ്പോൾ ഉയർഭൂപടങ്ങൾ ആരംഭിക്കുന്നതിന് എഡ്വേർഡ് സോയയുടെ തേർഡ് സ്പേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. സോയ ഒരു ലിറ്റററി ക്രിട്ടിക്കല്ല, സാഹിത്യ സൈദ്ധാന്തികനല്ല, അദ്ദേഹം ഒരു ജോഗ്രഫിസ്റ്റ് എന്നോ ഭൂമിശാസ്ത്ര പഠിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ജോഗ്രഫിയിലേക്ക്, ഇതര സോഷ്യൽ സയൻസിലേക്ക്, ഈവൻ സയൻസിലേക്ക് പോലും കടന്നിട്ടാണ് പലപ്പോഴും രാഹുൽ ഈ സാഹിത്യ വിമർശനത്തിൽ ഏർപ്പെടാറുള്ളത്. ഇങ്ങനെ ഒരു സിദ്ധാന്ത ബാഹുല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതര ഡിസിപ്ലിനുകളിലെ സിദ്ധാന്തങ്ങളെ സ്വീകരിക്കുന്ന ഈ സമീപനത്തെക്കുറിച്ച് രാഹുലിൻ്റെ ഒരു പൊതു നിലപാട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു. നമസ്കാരം. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മുടെ സമകാല മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് നിരൂപകർ, അവരുടെ രചനാരീതികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരാൾ ഇപ്പം സുൽമാഷാണെങ്കിൽ ഒരു മാർസിയൻ മൂല്യവിചാരങ്ങളെല്ലാം അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് നിരൂപണ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. രാജേഷ് സാറാണെങ്കിൽ ഒരു ഫിക്ഷൻ എന്ന ഒരു സാധ്യതയെ, ഫിക്ഷൻ എന്ന നോവൽ രൂപത്തെ അത് ആധുനികയിൽ നിന്ന് ഉത്തരാധുനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സംക്രമണത്തെ ഏറ്റവും ഫലവത്തായ രീതിയിൽ അവതരിപ്പിച്ച, അതുകൂടാതെ തന്നെ ഇപ്പം സൈബർ ഫിക്ഷൻ അല്ലെങ്കിൽ അത് പുതിയ ചില സാങ്കേതിക സംജ്ഞകളെ മലയാളത്തിന് സമ്മാനിച്ച കൂടിയുള്ളൊരു നിരൂപകനാണ്. അപ്പം ഇവരിൽ നിന്ന് നമ്മുടെ നിരൂപണ ശാഖ മുന്നോട്ട് പോകുമ്പോൾ, ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ, അത് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ നൂറ്റാണ്ടിന് നമ്മൾ പുതിയ 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികതയുടെ വളർച്ചയോടൊപ്പം തന്നെ ലോകത്തിന് മറ്റു പല ഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പല വ്യത്യാസങ്ങളും, പല മാറ്റങ്ങളും, പല പുരോഗമനങ്ങളും, പല പ്രതിസന്ധികളും, യുദ്ധങ്ങളും കുടിയേറ്റങ്ങളും എല്ലാം, അഭയാർത്ഥികളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു സാഹിത്യ രൂപത്തെ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിന് നമ്മൾ ഇതുവരെ ഡിവൈസ് ചെയ്തിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ പഴയ സാഹിത്യ സിദ്ധാന്തങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പ്രസക്തി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ സാഹിത്യ സിദ്ധാന്തങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു കൃതിയെ നമുക്ക് സമീപിക്കാനോ അതിനെ അപഗ്രഥിക്കാനോ നമുക്ക് പ്രയാസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുസ്തകത്തെ സമീപിക്കുമ്പോൾ അതിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറിയായിട്ട് നമ്മളതിനെ കണ്ടുകൊണ്ട് അതിനെ മറ്റു പല മേഖലകളിലേക്കും അതിനെ നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം റഫീഖ് പറഞ്ഞതുപോലെ ഇപ്പം സോജയുടെ ഉദാഹരണം അങ്ങനെ തന്നെയാണ് വരുന്നത്. സോജ ഒരു ജോഗ്രഫറാണ്. അപ്പോൾ അതുകൊണ്ട്
നമ്മളിപ്പോൾ ഒരു സാഹിത്യത്തെ നമ്മൾ വായനയ്ക്കുള്ള കേവലം വായനയ്ക്കും അല്ലെങ്കിൽ എന്താണ് റീഡിങ് ആസ് എ പ്ലഷർ എന്നൊരു രീതിയിൽ നിന്നും മുന്നേറിക്കൊണ്ട് അതിൻ്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യകാരണങ്ങളെ നമ്മൾ വ്യവച്ഛേദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു പല ടൂളുകളെ ആയിരിക്കും നമുക്ക് വേണ്ടത്. അത് നമുക്ക് അതിന് സിദ്ധാന്തം എന്നുള്ളൊരു അകമ്പടി നമുക്ക് വേണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പം നമ്മുടെ ഇപ്പോൾ മൈഗ്രേഷൻ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മൈഗ്രേഷൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ എഡ്വേർഡ് സൈഡിനെ പറ്റി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാരണം അത് ഒരു കുടിയേറ്റ ലോകം കഴിഞ്ഞ് ഒരു കുടിയേറ്റാവുന്നതിൻ്റെ ഇടത്തെയാണ് നമ്മളിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മളൊരു പോസ്റ്റ് മൈഗ്രേഷൻ ലോകത്തെ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള സാഹിത്യ സിദ്ധാന്തങ്ങൾ അപര്യാപ്തമാവുകയും നമുക്ക് വേറെ രീതിയിൽ സാഹിത്യ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വരുന്നില്ല എങ്കിൽ വേറെ രീതിയിൽ ആ സാഹിത്യ സൃഷ്ടിയെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പല മേഖലകളിൽ നിന്നും മറ്റു പല ആസ്പെക്റ്റുകൾ നമ്മൾ കോയിൻ എടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. ഇപ്പോൾ പോസ്റ്റ് മൈഗ്രൻ്റ് സൊസൈറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നമ്മൾ കൂടിയേറ്റാന്തര ജനതയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പൊതുവേ ഈ പോസ്റ്റ് മൈഗ്രൻ്റ് സൊസൈറ്റി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോവലിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിക്ഷനെയോ നമ്മൾ അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രൂപത്തിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടോ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ആഖ്യാന രീതിയുടെ പ്രത്യയശാസ്ത്രം കൊണ്ടോ നമുക്ക് വ്യവച്ഛേദിച്ചെടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ മറ്റു പല മേഖലകളിലെ അതിനോടനുബന്ധിച്ചുള്ള സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് കൂടെ നമുക്ക് അതിലേക്ക് ആ കൃതിയെ വായിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ സോജ പറയുന്ന ഒരു തേർഡ് സ്പേസിൻ്റെ ഒരു കാര്യത്തിനകത്ത് സ്ഥലം, കാലം, അതിനോടൊപ്പം തന്നെ സാമൂഹികത്വം എന്നൊരു പുതിയൊരു പദം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്നിട്ട് കൊണ്ടുള്ളൊരു മൂന്നാം ഇടമെന്നാണ് അദ്ദേഹം അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്പേസ് ടൈം ആൻഡ് വേറെ സാമൂഹികത്വം എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഫാക്ടറും കൂടെ അതിനകത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ സോഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡീകൺസ്ട്രക്ഷൻ്റെയോ അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിൻ്റെയോ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെയോ തിയറി വെച്ചുകൊണ്ട് നമ്മൾ ഫിക്ഷനെ കാണേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഫിക്ഷൻ കഴിഞ്ഞിട്ട് ഫിക്ഷൻ്റെ ലോകം കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഫിക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ ഫിക്ഷൻ കൃതികളെ വരെ നമ്മൾ ഫിക്ഷനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിക്ഷൻ്റെ സാമ്പ്രദായികമായുള്ള ഘടനയെ പൊളിച്ചുകൊണ്ട് മറ്റു പലതരത്തിലുള്ള ഫിക്ഷനുകൾ രംഗപ്രവേശം ചെയ്തൊരു കാലത്ത് നോൺ ഫിക്ഷൻ കൃതിയെ തന്നെ നമ്മൾ ഫിക്ഷനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഇപ്പോൾ ക്യാരക്ടർലെസ് ആയിട്ടുള്ള നോവലുകൾ വരെ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ അതിനെയെല്ലാം പഠിക്കാനോ അതിനെയെല്ലാം സമീപിക്കാനോ നമുക്ക് മറ്റു പല മാർഗങ്ങളും തേടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സിദ്ധാന്തത്തിലേക്ക് വന്നുകൊണ്ടാണ് മുമ്പ് ചോദിച്ചതാണ് ഒരല്പം പ്രകോപനപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ സിദ്ധാന്തം ശരിയാണോ എന്ന് പരിശോധിക്കലായി നമ്മുടെ സാഹിത്യ വിമർശനം മാറി എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം എടുത്തു നോക്കുന്നു, സാഹിത്യം അതിൻ്റെ എന്താ പറയുക കട്ടിലിനനുസരിച്ച് കാല് മുറിക്കുന്നു, സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് സമകാല സാഹിത്യ വിമർശനം മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ സാഹിത്യം എന്നത് അടിസ്ഥാനപരമായ ഒരു കലാസൃഷ്ടിയാണ്. ഇതിൻ്റെ കലാപരമായ എസ്തെറ്റിക്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു അംശം ഈ വിമർശകരുടെ കണ്ണിൽ പെടാതെ പോകുന്നുണ്ടോ? സിദ്ധാന്തം പറയാനുള്ള ഒരു സാധനം മാത്രമായിട്ട് സാഹിത്യ വിമർശനം മാറുന്നുണ്ടോ? ഈ കേസിലെ പ്രതി ഞാനാണെന്നുള്ള അർത്ഥത്തിലാണോ ഈ ചോദിക്കുന്നത്? അല്ല, പക്ഷെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് സാഹിത്യ വിമർശകരുടെ പ്രതിനിധി. ഇതിനെ കംപ്ലീറ്റ് സിദ്ധാന്തവാദമാക്കി മുഖ്യപ്രതീത ഹാജരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നതാണ്. നമുക്ക് വയസ്സായി എന്നാണ് ഈ റഫീഖും രാഹുലും കൂടെ ഇപ്പോൾ സ്ഥാപിച്ചത്. അപ്പോൾ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന 3 പേരുടെയും സാഹിത്യ നിരൂപണ രീതിയെ ഞാൻ പറഞ്ഞാൽ, ഇപ്പം രാഹുൽ ഈ പുതിയ ജനറേഷനിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടുവന്നതിനെ മുന്നോട്ട് കൊണ്ടുവന്നും ഒരു മൈക്രോ പൊളിറ്റിക്സിലേക്ക്, സാഹിത്യത്തിൻ്റെ മൈക്രോ പൊളിറ്റിക്സിലേക്കാണ് രാഹുലിൻ്റെ ഒക്കെ എഴുത്ത് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഈ മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രത്യക്ഷമായ രാഷ്ട്രീയത്തിൻ്റെ രൂപങ്ങളെയല്ല, മറിച്ച് മനുഷ്യാനുഭവത്തിൻ്റെ പുതിയ രൂപങ്ങളെയാണ് രാഹുലിനെ പോലുള്ളവർ അന്വേഷിക്കുന്നത്. എന്നാൽ സുനിലാകട്ടെ കുറേ കൂടി ചരിത്രത്തെയാണ്, സുനിലിൻ്റെ രചനകളിൽ മുഴുവൻ നിൽക്കുന്നത് ചരിത്രവും അതിൻ്റെ വൈരുദ്ധ്യാത്മകതയും കുറച്ചുകൂടി അഗാധമായൊരു ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി ഒരു സൈദ്ധാന്തിക സ്വഭാവം പുലർത്തുന്നു എന്നുള്ളതാണല്ലോ എന്നെക്കുറിച്ചുള്ള ആരോപണം അല്ലേ? പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ കലാത്മകത മാത്രമല്ല, ഇത് സംഭവിച്ചത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ നമ്മുടെ അക്കാഡമിക് സിലബസിൻ്റെ ഭാഗമായി മാറുകയും ഇത് പഠിക്കാൻ ആളുകൾ നിർബന്ധിതരായി തീരുകയും ചെയ്തു. മാത്രമല്ല UGCയുടെ നിയമപ്രകാരം കോളേജിലെ അധ്യാപകരെല്ലാവരും 2-3 പേപ്പർ വീതം പ്രസിദ്ധീകരിച്ചിരിക്കണം എന്ന് വന്നു. അപ്പോൾ ഈ പേപ്പറൊക്കെ അച്ചടിക്കണമെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ഭാഷാഭൂഷണിയിലും ഒന്നും എഴുതിയാൽ പോരാ.
മറ്റ് ജേണലുകളിൽ തന്നെ എഴുതണം. അതിൽ ഒരു സാധാരണ ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു ലേഖനം എഴുതിയ പ്രസിദ്ധീകരിക്കില്ല. അപ്പോൾ ഒരു 10 പേജുള്ള ഒരു ലേഖനത്തിൽ 250 കൊട്ടേഷൻ വേണം. നമ്മൾ വായിച്ചതും വായിക്കാത്തതുമായ ഒരു 50-ലധികം പുസ്തകങ്ങളുടെ ബിബ്ലിയോഗ്രഫിയും വേണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഇതൊരു അഭ്യാസ പ്രകടനമായി മാറി. അപ്പോൾ എന്ത് ചെയ്തു, കുട്ടികളെല്ലാം ഇത് അനുകരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഒരു ലേഖനം എഴുതില്ല. വംശം, വിദ്വേഷം, വർഗീയത, ഹെഡിങ് 3 നൗൺ ഫോമാണ്. അപ്പോൾ ഇത് ഇമിറ്റേഷനാണ് വരാൻ തുടങ്ങി. കല അനുകരണമാണെന്ന് പ്ലേറ്റോ പറഞ്ഞതുകൊണ്ട് ഇതിനെ സാധൂകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു അക്കാഡമിക് സർക്കസായി മാറിപ്പോയതാണ്. അപ്പോൾ സാഹിത്യ നിരൂപണം ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് ആരെങ്കിലും പരാതി പറഞ്ഞെങ്കിൽ അതിൻ്റെ കുറ്റവാളികൾ ഞങ്ങളെപ്പോലുള്ള സാഹിത്യ നിരൂപകരല്ല, ഈ അക്കാഡമിക് ക്രിട്ടിക്കുകളാണ്. ഇത് ഇപ്പോഴല്ല അക്കാഡമിക് ക്രിട്ടിക്കുകൾ ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും കോളേജ് പ്രൊഫസർമാർക്കെതിരെ എന്തോ കടുത്ത വിദ്വേഷമുള്ള ഒരു വിദ്വാൻ അവിടെ കയറിയിരുന്നു. അസൂയയാണ്, ഇതൊന്നുമല്ല. ഇത് 50കളിൽ 60കളിൽ എന്തായിരുന്നെന്നറിയോ? കാവ്യതല്ലജം, രോമാഞ്ച കഞ്ചുകം എന്നൊക്കെ എഴുതി നമ്മുടെ ഈ പ്രൊഫസർമാർ മുഴുവൻ സാഹിത്യത്തെ അങ്ങ് നശിപ്പിച്ചപ്പോഴാണ് ആധുനികർ ഒരു ഉദ്ധരണിയും ഉണ്ടാവില്ല എന്നും കാവ്യാത്മകമായ ഭാഷയിൽ എഴുതും എന്ന് തീരുമാനിച്ചത്. പഴയ അക്കാദമിക് നിരൂപകന്മാരുടെ ജഡഭാഷ, കേസരി ബാലകൃഷ്ണപിള്ളയും മുണ്ടശ്ശേരി, കേസരിയുടെയും ജഡഭാഷയാണ്. മുണ്ടശ്ശേരിയും കുട്ടികൃഷ്ണമാരാരും ഒക്കെ ഉണ്ടാക്കിയ ഈ കേസരി സുനിലിൻ്റെ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചേ പറയൂ. അതുകൊണ്ട് ഒരു ചെറിയ ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്. യോ കേസരിയുടെ മലയാളം സൈക്കിളാട്ടോ. അപ്പോൾ അല്ലേ? അപ്പോൾ എന്തായാലും അവർ ഉണ്ടാക്കിയെടുത്ത ഈ മഹാഗോപുരം ഉണ്ടല്ലോ നമ്മുടെ വിമർശനത്തിന്, അതിനെ ഈ പണ്ഡിതന്മാരെല്ലാം കൂടി ഇറങ്ങിക്കയറി പിഞ്ഞാണിക്കടയിൽ കാള കയറിയതുപോലെ ഈ രോമാഞ്ച കഞ്ചുക പ്രയോഗങ്ങൾ കൊണ്ട് ഹൃദയ ആഹ്ലാദകമായ ഒരു കാവ്യതല്ലജമാണ് ഇതെന്നൊക്കെ എഴുതുമായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി വന്ന് നശിപ്പിച്ചു. അതിനുശേഷമാണ് ആധുനികർ അതിനെതിരെ കലാപം കൂട്ടുകയും അപ്പനും രാജകൃഷ്ണനും നരേന്ദ്രപ്രസാദും ഉൾപ്പെടെയുള്ള സൗന്ദര്യാത്മകമായ ഭാഷയുടെ വീണ്ടെടുപ്പായി ഇതിനെ മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് സിദ്ധാന്തവാദം വന്നു. ഞാൻ ഒരു സൈദ്ധാന്തികവാദത്തിൻ്റെ കൂടെ നിന്ന ആളാണ്. മാത്രമല്ല ഈ പോസ്റ്റ് മോഡേൺ സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ഞാനിങ്ങനെ മലയാളമല്ലാത്ത ഒരു ഭാഷയിൽ ഇതുവരെ എഴുതിയിട്ടില്ല. മറ്റേ ഈ സംസ്കൃത മണിപ്രവാളം, ഒരു പുതിയ മണിപ്രവാളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പുതിയ കുട്ടികൾ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് സാഹിത്യ നിരൂപണത്തെ രക്ഷിക്കാൻ ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. UGCക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പേപ്പർ എഴുതാനുള്ള നിർബന്ധം ഒന്ന് പിൻവലിച്ചാൽ ഇതങ്ങ് അവസാനിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സിദ്ധാന്തത്തെ എങ്ങനെ പ്രയോഗിക്കണം നിരൂപണത്തിൽ. അതിന് ഞാനൊരു ഉദാഹരണം പറയട്ടെ. സിദ്ധാന്തമാണെന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ്. വായിച്ചു വരുമ്പോൾ സിദ്ധാന്തം രൂപപ്പെട്ട് വരണം നമ്മൾ എഴുതിയതിൽ നിന്ന്. ഒരു ഉദാഹരണത്തിന് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് വായിച്ചിട്ടുള്ള നോവലാണ്. അപ്പം നാലുകെട്ടിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ വായനകളെല്ലാം നായർ തറവാടുകൾ തകർന്നു, മരുമക്കത്തായ നിരോധനമുണ്ടായി, നായകൻ ഏകാഗിയായി ദുഃഖിതനായി, സമൂഹത്തോട് മുഴുവൻ കലാപം പ്രഖ്യാപിച്ച ഏകാഗിയായ നായകൻ, അല്പം കാൽപ്പനികത, ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് MTയുടെ വായനകൾ ഇതുവരെ നടന്നിട്ടുള്ളത്. എന്നാൽ ഞാൻ MTയുടെ നാലുകെട്ട് വായിക്കുന്നത് അങ്ങനെയല്ല. നാലുകെട്ട് എന്ന് പറഞ്ഞ നോവല് ശരിക്ക് ബിൽഡിംഗ്സ് റോമൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ നോവലിൽ പിന്നീട് ഇംഗ്ലീഷിലുമുള്ള, അതായത് ഒരു കുട്ടി ചെറുതായിരിക്കുന്നത് മുതൽ മുതിർന്ന് ഒരു യുവാവായിത്തീരുന്നത് വരെയുള്ള അയാളുടെ ജീവിത സംഭവങ്ങൾ വിവരിക്കുന്ന ബിൽഡിംഗ്സ് റൊമാൻ അല്ലെങ്കിൽ ആവിർഭാവത്തിൻ്റെ നോവൽ, വളർച്ചയുടെ നോവൽ എന്ന് പറഞ്ഞ പഴയൊരു രൂപമുണ്ട്. ഇപ്പോൾ ഗൈറ്റയുടെ യങ് വെർദറാണ് അതിൻ്റെ നല്ല ഉദാഹരണം. ഡിക്കിൻസിൻ്റെ നോവലുകൾ ഉദാഹരണം. ഈ നോവലുകളുടെ അത് 19-ാം നൂറ്റാണ്ടിലുള്ള ഈ ഫോമിനെ റീഇൻവെൻറ്റ് ചെയ്യുകയാണ് ശരിക്കും MT ചെയ്തത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അപ്പുണ്ണി എന്ന് പറഞ്ഞ കുട്ടിയുടെ 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ജീവിത കാലയളവിൻ്റെ ചിത്രണമാണ് ഈ നോവലിലുള്ളത്. അപ്പം ഇങ്ങനെ വളരുന്ന ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെ ആവിഷ്കരിക്കാം എന്നുള്ളതിന് MT ഒരു പുതിയ മാർഗം കണ്ടെത്തി. കാരണം MT 58 ഈ നോവൽ എഴുതുമ്പോൾ മലയാളത്തിൽ 2 തരം നോവൽ സമ്പ്രദായം ഉണ്ട്. ഒന്ന് റിയലിസം, ഏതാണ്ടത് മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. ഈ പരന്ന റിയലിസം, തകഴിയുടെയും കേശവദേവിൻ്റെയും ഒക്കെ റിയലിസം ആളുകൾക്ക് തന്നെ മടുത്തു. അപ്പോൾ അത് മടുത്തപ്പോൾ അതിന് സമാന്തരമായിട്ട് ജീവിതത്തിലെ സമരങ്ങളെല്ലാം ആവിഷ്കരിച്ച് ഇൻകുലാബ് വിളിക്കുന്ന സാഹിത്യകൃതികൾക്ക് മാത്രമേ സാഹിത്യമാകാവൂ എന്ന് പറയുന്ന പുരോഗമന സാഹിത്യമാണ്. അപ്പോൾ ഇതിൻ്റെ മറവിൽ പൈങ്കിളി എന്ന് പറഞ്ഞൊരു പുതിയ സാഹിത്യരൂപം 58 ഈ നോവൽ വരുന്ന സമയത്താണ് ഇണപ്രാവുകൾ വരുന്നു, മുട്ടത്തുവർക്കി ഉൾപ്പെടെയുള്ള ജനപ്രിയ എഴുത്തുകാർ വരും. ഈ 3 പേരും ഉഴുതുമറിച്ചിട്ട ഈ മണ്ണിൽ പുതിയ ഒരു നോവൽ രൂപവും ഭാഷയും വീണ്ടെടുക്കണം, ഒരു പുതിയ ആഖ്യാന രീതി കൊണ്ടുവരണം എന്ന് MT ശ്രമിച്ചു. നിങ്ങൾ ആ നോവലിൻ്റെ ആദ്യത്തെ വരി ഇതാണ്:
വളരും. ഒരു വാക്കിൽ തുടങ്ങിയ ആദ്യത്തെ മലയാള നോവലാണ്. ഈ നോവൽ മുഴുവൻ ആ വളർച്ചയുടെ കഥയാണ്. രണ്ടാമത്തെ വരി ഇതാണ്: വളർന്നു വലുതാകും അന്ന് സൈതാലിക്കുട്ടിയെ കാണും. നോവലിൻ്റെ കഥ പൂർത്തിയായി. അപ്പോൾ ഈ വളർച്ചയുണ്ടല്ലോ, ഈ വളർച്ചയുടെ ഇങ്ങനെ ആ നോവൽ മുഴുവൻ വായിച്ചാൽ നോവലിൻ്റെ നറേറ്റീവിൽ ഇങ്ങനെ വളർന്ന് 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 വരുന്നു. വാക്യങ്ങൾ ചെറുതിൽ നിന്ന് വലുതാകാൻ തുടങ്ങുന്നു, പാരഗ്രാഫുകൾ വലുതാകാൻ തുടങ്ങുന്നു. നോവലിൻ്റെ ഫോമിനെ തന്നെ റീഇൻവെൻറ്റ് ചെയ്യാൻ വാസുദേവൻ നായർ ശ്രമിക്കുന്നു. മാത്രമല്ല, നമ്മൾ വളരുന്നത് നടപ്പുകളിലൂടെയാണ്, നടക്കുന്നതെല്ലാം വഴികളിലൂടെയാണ്. ഈ നോവലിൽ 36 വഴികളുണ്ട്. 36 വഴികളെക്കുറിച്ച് എം ടി പറയുന്നുണ്ട്. അപ്പം ഞാൻ എം ടിയെക്കുറിച്ച് എഴുതുന്നത് നാലുകെട്ടിൻ്റെ തകർച്ചയോ മരുമക്കത്തായ തകർച്ചയോ കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ചരിത്രമോ ഒന്നുമല്ല, മറിച്ച് ഈ നോവലിലെ വഴികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏജന്റ് റോഡ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നിർവാഹക കർത്തൃത്വങ്ങൾ സോഷ്യോളജിയിൽ പറയുന്ന ഏജൻസി, സോഷ്യൽ ഏജൻസിയെക്കുറിച്ചുള്ള സോഷ്യോളജിയുടെ ഒരു സങ്കല്പം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഒരു നോവലിനെ അനലൈസ് ചെയ്യാൻ തീരുമാനിക്കും. ഇത് സിദ്ധാന്തത്തിൻ്റെ പ്രയോഗം ആണ്. നിലവിലുള്ള ഒരു സാഹിത്യ സിദ്ധാന്തമല്ല ഞാൻ ഉപയോഗിച്ചത്, മറിച്ച് ഏജൻസിയെക്കുറിച്ചുള്ള നിർവാഹക കർത്തൃത്വത്തെക്കുറിച്ചുള്ള സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ഒരു പരികല്പന ഉപയോഗിച്ചുകൊണ്ട് നോവലിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതാണ് സിദ്ധാന്തത്തിൻ്റെ പ്രയോഗം. ഇങ്ങനെ ആയിത്തീരണം എന്നാണ് സിദ്ധാന്തവാദി എന്ന ആരോപണം കേട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ നേരത്തെ ചോദിച്ചതിൻ്റെ തുടർച്ചയിൽ തന്നെ ചോദിക്കുക. അപ്പോൾ ഇവിടെ രണ്ടുപേരും രണ്ട് നിലയിൽ പറഞ്ഞത് മാഷ് അടിസ്ഥാനപരമായ ഒരു മാർക്സിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് സാഹിത്യ വിമർശനത്തിൽ ഏർപ്പെടുന്ന ആളാണ് എന്നുള്ളതാണ്. ഒപ്പം മാഷ് ഒരു സംസ്കാര വിമർശകൻ കൂടിയാണ്. മാർക്സിസ്റ്റ് രീതിയും സംസ്കാര വിമർശനത്തിൻ്റെ രീതിയും തമ്മിൽ ചില സാമ്യതകളുണ്ടെങ്കിലും വലിയ വ്യത്യാസങ്ങളും ഉണ്ട്. ഒരേ സമയം ഈ രണ്ട് പൊസിഷൻ സ്വീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. രണ്ട്, മാഷിൻ്റെ തന്നെ വളരെ സമകാലിക സാഹിത്യ വിമർശനത്തെക്കുറിച്ചുള്ള മാഷിൻ്റെ തന്നെ ഒരു വിമർശനം, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നവർ, ഒരു ധാരയെക്കുറിച്ചിട്ട് മാഷ് പറയുന്നുണ്ട്. സംസ്കാര വിമർശനം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യലായി പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു നിലപാട് കൂടിയാണ്. രണ്ടും വലിയ ചോദ്യങ്ങളാണ്. ആകെ നമുക്ക് 5 മിനിറ്റാണ് ഉള്ളത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫലിതം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മരിച്ചാലും മരിച്ചില്ലെങ്കിൽ 5 മണിക്ക് ശവം എടുക്കണം. അപ്പം അതുകൊണ്ട് ഇത് പറഞ്ഞെത്തിക്കലൊരു പ്രശ്നമാണ്. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ പറയാം. മാർക്സിസ്റ്റ് വിമർശനം, സംസ്കാര വിമർശനം, ഇത് തമ്മിൽ ധാരാളം ബന്ധങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്കാരത്തെ മനുഷ്യർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ഭൗതിക ബന്ധമായിട്ട് കാണുകയും ആ ഭൗതിക ബന്ധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ, നാനാതരം ഘടകങ്ങൾ, നേരത്തെ രാഹുൽ ഇവിടെ പറയുകയുണ്ടായി, അത് പുതിയ സാങ്കേതിക വിദ്യയാകാം, വംശബന്ധങ്ങളാകാം, ലിംഗപദവിയാകാം, അധികാരഘടനയാകാം, ഇങ്ങനെ നിരവധിയായ ഘടകങ്ങൾ, ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലാരൂപമായിട്ട് സംസ്കാരത്തെ കാണുകയും അതിലെങ്ങനെയാണ് ഒരു കലാവസ്തു ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാലോചിക്കുകയുമാണ് പൊതുവെ പറഞ്ഞാൽ സംസ്കാര വിമർശനം ചെയ്യുന്ന ഒരു കാര്യം. അതല്ലാതെ സംസ്കാരം എന്ന് പറയുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു വിശേഷ മേഖലയാണ് എന്ന മട്ടിലുള്ള ഒരു ആലോചനയല്ല വാസ്തവത്തിൽ സാംസ്കാരിക വിമർശനത്തിൻ്റെ അടിസ്ഥാന താല്പര്യം. അത് സംസ്കാരത്തെ ഒരു ശൃംഖലാരൂപത്തിൽ കാണുകയും ആ ശൃംഖലയുടെ ആകത്തുകയെ രൂപപ്പെടുത്തുന്നതിൽ ഈ ഘടകം എങ്ങനെ ഉൾപ്പെടുന്നു, തിരിച്ച് ശൃംഖലയിലെ ഇതര ഘടകങ്ങൾ ഈ പ്രത്യേക യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നതിൽ അങ്ങനെ പങ്കുചേരുന്നു എന്ന പ്രക്രിയാപരമായ ഒരു പരിശോധനയാണ്. ആ പരിശോധന നിശ്ചയമായിട്ടും സാംസ്കാരിക വിമർശനം രൂപപ്പെടുത്തിയത് തന്നെ മാർക്സിസത്തിൻ്റെ ഉൾക്കാഴ്ചകളിൽ നിന്നാണ്. അത് മുഴുവൻ വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയക്കുറവുണ്ട്. മാർക്സിസം, ബ്രിട്ടീഷ് കൾച്ചർ സ്റ്റഡീസ് 1970-കളിലൊക്കെ രൂപപ്പെടുന്ന സമയത്താണ് വാസ്തവത്തിൽ ഈ കീഴ്ത്തട്ട് ജീവിതം എന്ന് പറയുന്ന ഒന്നിനെ, ജീവിതത്തിൻ്റെ ഈ ദൈനംദിനത്വം എന്ന് പറയുന്ന ഒന്നിനെ, ശൃംഖലാപരമായ പരസ്പര ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒന്നിനെ മുൻനിർത്തി ഒരു കലാവസ്തു എങ്ങനെ നോക്കാം എന്ന നിലയിലൊരു കാഴ്ചപ്പാട് വികസിച്ചു വരുന്നത്. മാർക്സിസത്തെ സംബന്ധിച്ച് പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഒരു പക്ഷേ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി എന്ന പഴയ വിഭജനത്തിൽ നിന്ന് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി എന്നതിലേക്കുള്ളൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് സാംസ്കാരിക വിമർശനത്തിൽ കാണാൻ പറ്റും. മാർക്സിസ്റ്റുകളെ സംബന്ധിച്ച് കൾച്ചർ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ നവചരിത്രവാദത്തിൻ്റെ പ്രതിനിധികൾക്ക് അപ്പുറത്തേക്ക് റെയ്മണ്ട് വില്യംസിനെ പോലുള്ള സാംസ്കാരിക പഠിതാക്കൾ പോകുന്നത് ഈ ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി എന്നിടത്തു നിന്നും അത് അതിൻ്റെ അടുത്തൊരു ചുവടുകൂടി വച്ച് എങ്ങനെയാണ് ഈ സമൂഹ പരിണാമത്തിൻ്റെ ഒരു ഭൗതിക ശക്തിയായിട്ട് കലയ്ക്ക് മാറാൻ കഴിയുക എന്ന നിലയിലുള്ള ഒരു ആലോചന കൂടി അതിൽ സംഗതമാവണം. നവചരിത്രവാദവും സാംസ്കാരിക ഭൗതികവാദവും തമ്മിലുണ്ടായ ഒരു വലിയ വ്യത്യാസം അതായിരുന്നു.
അങ്ങനെ ഒരു ചുവട് കൂടി അതിനകത്തുണ്ട്. അതായത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏജൻസിയെ സംബന്ധിക്കുന്ന സൂചനകളോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ആലോചനകളോ കൂടി വന്നില്ലെങ്കിൽ ഏതാണ്ടൊരു വിധിവാദം പോലെയായിട്ട് സംസ്കാരം നമ്മെ വന്ന് വലയം ചെയ്യും. നമ്മൾ പഴയ ദൈവത്തിൻ്റെ പിടിയിൽപ്പെട്ടതുപോലെ പുതിയൊരു സാമൂഹ്യ ഘടനയുടെ പിടിയിൽപ്പെട്ട് ഇരകൾ മാത്രമായിട്ട് മനുഷ്യരെ കാണുന്നൊരു നിലയിൽ വരും. അത് വന്നുകൂടാ എന്നിടത്താണ് ഒരുപക്ഷെ ഔപചാരിക സാംസ്കാരിക പഠനത്തിൽ നിന്ന് മാർക്സിസ്റ്റ് വിമർശനം സമകാലികമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി വലിയ വൈരുദ്ധ്യം ഇവയ്ക്കില്ല, ഊന്നലുകളിൽ വ്യത്യാസമുണ്ട്. പിന്നെ റഫീഖ് പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ഒരുപക്ഷെ കുറെ കൂടി ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കലാവസ്തു എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടിക്കലർന്നുണ്ടായി വരുന്ന ഒന്നാണ്. അത് എഴുതപ്പെടുന്നത് ഭാഷയിലാണ്, അത് ആവിഷ്കരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു രൂപ സംവിധാനത്തിനകത്താണ് എന്നത് ശരിയാണെങ്കിലും ഇങ്ങനെ ഭാഷയും രൂപസംവിധാനവും എഴുത്തുകാരിയുടെ മാനസിക താല്പര്യങ്ങളും മാത്രം കലർന്നുണ്ടാവുന്ന ഒന്നല്ല ഒരു കലാവസ്തു, ഒരു സാഹിത്യകൃതി. മറിച്ച് എത്രയെത്രയോ സങ്കീർണമായ ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഒരു ജനതയുടെ നരവംശപരമായ അവബോധമുണ്ടാവും, ഭാഷയുടെ പരിവർത്തന ചരിത്രമുണ്ടാവും, പാരിസ്ഥിതിക ഘടകങ്ങളുണ്ടാകും, അധികാരത്തിൻ്റെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും നിരവധി ശ്രേണികളുണ്ടാവും. ഈ ശ്രേണികളെല്ലാം ചേർന്നിട്ട് ഒരു കലാവസ്തു എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള, ഞാൻ പറയുക വളരെ വൈരുദ്ധ്യ നിർഭരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടാണ് നിൽക്കുക. അല്ലാതെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇതിത്ര കൃത്യം, ഇതിത്ര ശരി, ഇതിത്ര തെറ്റ് എന്ന് വ്യവച്ഛേദിച്ചെടുക്കാനൊന്നും കഴിയാത്ത മട്ടിലുള്ള ഒരു കൂടിക്കലരൽ വാസ്തവത്തിൽ നല്ല കലയിലുണ്ട്. ഈ നല്ല കല അതുകൊണ്ട് എപ്പോഴും ഭക്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അൺഫിനിഷ്ഡ് ആണ്, അത് അവസാനിക്കുന്നില്ല, അതിന് വീണ്ടും തുറസുണ്ട്. അപ്പം ഈ അവസാനിക്കാതെ തമ്മിൽ പോരടിക്കുന്ന നാനാതരം ബലങ്ങളുടെ ജൈവികമായ ഒരു പ്രവൃത്തി മണ്ഡലമാണ് കല എന്ന് കാണുകയും ഏതേത് ഘടകങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാണ് ഈ കലാവസ്തു ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ആലോചിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ വൈരുദ്ധ്യങ്ങളെ കാണുന്നതിന് പകരം അതിലേതെങ്കിലും ഒരു ഘടകത്തെ തിരഞ്ഞെടുത്ത് കലാവസ്തുവിനെ അതിൽ ഫ്രീസ് ചെയ്യുന്ന പണി വാസ്തവത്തിൽ കലയ്ക്കെതിരാണ്. അത് കലയേ അല്ല, കല വൈരുദ്ധ്യങ്ങളാണ്. ആ വൈരുദ്ധ്യങ്ങളെ മറച്ചു പിടിക്കലല്ല, ആ വൈരുദ്ധ്യങ്ങളിൽ ഒന്നിനെ കലയുടെ അന്തിമ യാഥാർത്ഥ്യമായി പ്രഖ്യാപിക്കുന്നത് നിരൂപണത്തിൻ്റെ ശരിയായ വഴിയുമല്ല. അതുകൊണ്ട് കലാവസ്തുവിനെ നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ഒരു മുദ്ര അതിൽ നിന്ന് ഊരിയെടുക്കുക, ഇതാണ് കലാവസ്തു എന്ന് പറയുക, ബാക്കിയുള്ളതിനൊക്കെ മറച്ചു പിടിക്കുക. അത് നമ്മുടെ ഇച്ഛ കലാവസ്തുവിൻ്റെ മുകളിൽ ആരോപിക്കലാണ്. കലയുടെ യാഥാർത്ഥ്യം അതിനേക്കാളൊക്കെ വിപുലമാണ്. കല സംഘർഷ നിർഭരമായ ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. രാഹുൽ, നമ്മുടെ സമയം നീക്കുന്നുണ്ട്, പെട്ടെന്ന് ഞാൻ വരാം. രണ്ടാമത്തെ രാഹുലിനുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് ഇവർ രണ്ടുപേരും വേണമെങ്കിൽ ഒരല്പം അകലെ നിന്ന് സാഹിത്യ വിമർശനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പുറകിലുള്ള കൃതികളാണ് രണ്ടുപേരും പൊതുവെ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അതിനൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലം കിട്ടും, കുറച്ച് അകലുണ്ട്. ഹെഗലിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ, എന്താണ്, മിനർവയുടെ മൂങ്ങ ഇരുട്ടിയാലേ പറക്കുള്ളൂ. ഇവർ രണ്ടുപേരും ഇരുട്ടാൻ കാത്തിക്കുന്നവരാണ്. രാഹുൽ പക്ഷെ അതല്ല. രാഹുൽ ഏറ്റവും പുതിയ നോവലിനെ വിമർശന വിധേയമാക്കുന്നതാണ്. അത് കുറച്ച് ദുഷ്കരവുമാണ്. എനിക്ക് അതിൻ്റെ ഒരു സമീപനം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം മറ്റ് സഹായങ്ങളൊന്നുമില്ല, മറ്റ് പാഠസാധ്യതകളില്ല, മറ്റ് വായനാ സാധ്യതകളില്ല. എങ്ങനെയാണ് ഏറ്റവും പുതിയ കൃതിയെ സാഹിത്യ വിമർശനത്തിന് ഉപയുക്തമാക്കുന്നത്? അതിൻ്റെ ദുഷ്കരം എത്രത്തോളം ദുഷ്കരാണത് എന്നതാണ്. പുതിയ സാഹിത്യകൃതികളെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളിപ്പം ഞാൻ പി.കെ. രാജേഷ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടേ നമ്മളത് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനോ എഴുതുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉള്ളൊരു ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഈ 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ബഫർ പീരീഡാണ്. കൃതിയുടെ ഒരു സ്വാധീന ശക്തിയെക്കുറിച്ചിട്ട് നമുക്കൊരു ബോധ്യം കിട്ടുന്നത്. ഇപ്പം റഫീഖ് പറഞ്ഞത് അതിനേക്കാൾ ചെറിയൊരു കാലയളവിൽ നമ്മൾ പെട്ടെന്നൊരു കൃതിയെ, ഇപ്പോൾ ഒരു കൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണ്ടത് ഇതിനെ ഇപ്പം ഇവർ പറഞ്ഞ സാഹിത്യ സിദ്ധാന്തങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനകത്ത് ഫിക്ഷണാലിറ്റി എന്നൊരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മളതിനെ ആ നോവലിനെ സമീപിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാഥമികവുമായ ഘടകവുമായിട്ട് ആ പുസ്തകം പകർന്നു തരുന്ന ഒരു ഫിക്ഷണാലിറ്റി എന്താണ്, ഒരു ഫിക്ഷൻ എന്ന
ഫിക്ഷൻ എന്ന ഒരു സാഹിത്യ രൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഫിക്ഷനാലിറ്റി മാറുകയും ആ ഫിക്ഷനാലിറ്റിയുടെ തലങ്ങൾ നമ്മൾ പരിശോധിക്കുകയും ആ ഫിക്ഷനാലിറ്റി കഥാപാത്രങ്ങളുടെ ഇപ്പം കഥാപാത്രങ്ങളുടെ പ്രമേയ പരിസരങ്ങളുമായിട്ടും കഥാപാത്രങ്ങളുടെ ഘടനയുമായിട്ടും അതിൻ്റെ ഉള്ളടക്കത്തുമായിട്ടും അതിൻ്റെ ഭാവനയായിട്ടും അതിൻ്റെ ഭാഷയായിട്ടും അതിൻ്റെ സാമൂഹിക പ്രാധാന്യവുമായിട്ടും അങ്ങനെ ഇങ്ങനെ വിവിധ അംശങ്ങളിൽ ആ ഫിക്ഷനാലിറ്റി എങ്ങനെയാണ് ഇഴുകിച്ചേർന്നിരിക്കുന്നതെന്ന് നോക്കിക്കാണുക എന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എഴുതുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇന്ന് നോവൽ വന്നാൽ ഇതൊരു ക്ലാസിക് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ അത് ക്ലാസിക് ആവുമോ ഇല്ലേ എന്നുള്ളൊരു ഒരു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ക്ലാസിക് ആവുമോ ഇല്ലേ എന്നുള്ളൊരു കാലത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ ക്ലാസിക് ആയിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം വേറെയുമാണ്. അപ്പം നമ്മൾ നമ്മളുടെ ഒരു ഇതുവരെ നമ്മുടെ വായനയുടെ ഒരു തുടർച്ച, നമ്മൾ വായനയുടെ ഒരു ഇപ്പോൾ വായിക്കുന്ന പുസ്തകത്തിന് ആ പുസ്തകം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പുസ്തകം ഒരു ഒറ്റ പുസ്തകമായിട്ട് നിലനിൽക്കാതെ അതിന് ആ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ടതായിട്ടുള്ള ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം, വലിയൊരു ട്രഡീഷണൽ ഘടകം, വലിയ ചരിത്രത്തിൻ്റെ ഘടകം, ഇതെല്ലാം നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വേറെ ചില കാര്യങ്ങളായി ഇപ്പം ഓർമ്മ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ, ഇപ്പം ഓട്ടോ ഫിക്ഷണൽ എലമെൻറ്റ്സ്, ഇപ്പോൾ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ, ഭാവനയും യാഥാർത്ഥ്യവും ചേർന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യവും ഭാവനയും സമാസമം രചിച്ചുകൊണ്ടിരുന്ന ഓട്ടോ ഫിക്ഷൻ പോലത്തെ പുസ്തകങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പം ഓർമ്മയുടെ രാഷ്ട്രീയം, അങ്ങനെ മറ്റു പല കാര്യങ്ങൾ കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊണ്ടുവരേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഓർമ്മ എന്ന് പറയുമ്പം ഓർമ്മയുടെ ഒരു രാഷ്ട്രീയം, ഓർമ്മ പലതരത്തിൽ നമ്മളെ ബാധിക്കുന്നതിൻ്റെ ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെർലിൻ മതിൽ തകർന്നു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ സ്വത്ത് നിരാസം, അവരുടെ സ്വത്ത് നഷ്ടം, ഇതെല്ലാം ആ കഥാപാത്രങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ സന്നിവേശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ആലോചന ഇപ്പം ഡൽഹി ഗാഥകളിൽ എമ്മുകുന്ദൻ ചെയ്യാൻ ശ്രമിച്ചതും ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ, രണ്ട് രാജ്യങ്ങൾ പെട്ടു പോകുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഇപ്പം ഒരു കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെടുന്ന അച്ഛമ്മമാരുടെ വേദനകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് ഫിക്ഷനിൽ കൃത്യമായിട്ട് എഴുചേർന്നിരിക്കുന്നത് നോക്കിക്കണ്ടുകൊണ്ട് വേണം നമ്മൾ പുതിയ പുസ്തകങ്ങളെ സമീപിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ് വീതമുള്ള ഒരൊറ്റ റൗണ്ട് കൂടി അടിച്ചിട്ട് പെട്ടെന്ന് ഓഡിയൻസിലേക്ക് പോവാം. നല്ലതും ചീത്തയും വേർതിരിക്കലല്ല സാഹിത്യ വിമർശനം എന്നത് അംഗീകരിക്കാൻ തന്നെ നമ്മുടെ സാഹിത്യ വ്യവസ്ഥയെ ക്രിട്ടിക്കലായി നോക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി സാഹിത്യ വിമർശകനുണ്ട്. ഇപ്പോൾ പിക്കാറിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ചേതൻ ഭഗത് എഫക്റ്റ് എന്നൊരു പ്രയോഗം കോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമകാല മലയാള ഫിക്ഷനിൽ ഈ ചേതൻ ഭഗത് എഫക്റ്റ് എന്നത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതിനെ ക്രിട്ടിക്കലി കാണേണ്ടതുണ്ടല്ലോ. നല്ലതും ചീത്തയും വേർതിരിക്കലല്ല എങ്കിൽ കൂടി ഈ ഈ പോപ്പുലർ ഫിക്ഷൻ റൈറ്റിംഗ്, അപ്പോൾ അതിനെ നമുക്കൊന്ന് ക്രിട്ടിക്കലി കാണേണ്ടതില്ലേ? അവസാന റൗണ്ട്. ഈ ഓരോ പ്രസ്താവന എഴുതുമ്പോൾ ഇത് വലിയ അപകടം ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കില്ല. അപ്പോഴങ്ങ് എഴുതി പോയതാ. പണ്ടൊരിക്കൽ ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ ഒരു അവതാരിക എഴുതിയപ്പം മലയാളത്തിലെ അവസാനത്തെ മഹാകവിയാണ് ബാലേന്ദ്രൻ എന്ന് എഴുതി. 100 കവികൾ പിണങ്ങി ചീത്തയും പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു പ്രസ്താവനയായിപ്പോയി ഇത് ഞാൻ ചേതൻ ഭഗത് ഇഫക്റ്റ് എന്ന് പറയാൻ കാര്യം, മലയാളത്തിൽ ഇപ്പോൾ ഫിക്ഷൻ്റെ ഒരു സുവർണ സമയമാണ്. എല്ലാവരും നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോവൽ എഴുതാത്ത ആളെയും കാണാൻ പറ്റില്ല എന്നുള്ള നിലയായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ മാത്രമല്ല 2 ലക്ഷം വിൽക്കുന്നു, 4 ലക്ഷം വിൽക്കുന്നു, 50,000 വിൽക്കുന്നു, 500-ആം പതിപ്പിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരേ ഒച്ചയും ബഹളവുമാണ്. മാത്രമല്ല ഈ ക്ലാസിക്കാന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. ആദ്യമേ നോവൽ ഇറങ്ങി 2 ആഴ്ച ആയിട്ടില്ല, അതിനിടയ്ക്ക് കയറി ക്ലാസിക്കായി കളഞ്ഞു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശരിക്കും കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഇതുപോലെ വലിയ ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹൈപ്പിലൂടെ വരുന്ന നോവലുകളും ലിറ്റററി ഫിക്ഷനായി നടിക്കുന്ന പൈങ്കിളി മാത്രമാണ്. നന്നായി നോവൽ വായിച്ചുള്ളവരുടെ പരീക്ഷകളെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുമില്ല. ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവവിവരങ്ങൾ. ഈ നോവലുകൾ മിക്കതും വായിക്കുമ്പോൾ 1-ാമത്തെ പാരഗ്രാഫിൽ തന്നെ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് സിനിമയാക്കൂ എന്ന ഒരു നിലവിളി ഉയർന്നു കേൾക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് തിരക്കഥയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ ഇത് അന്വേഷിച്ച് എന്താ ഇങ്ങനെ സംഭവിച്ചത്. ഈ തിരക്കഥയായിട്ട് എഴുതി കൊടുത്ത സിനിമാക്കാർ ചിലപ്പോൾ അത് മോഷ്ടിച്ച് കളയും. അപ്പോൾ ഇതിനെ അങ്ങ് നോവലായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചാൽ പിന്നെ അങ്ങ് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. അതൊരു വേല. രണ്ടാമത് 2014 ചേതൻ ഭഗത്ത്
തൻ്റെ നോവലുമായി പ്രത്യക്ഷപ്പെട്ടത്. അതിനൊരു പ്രത്യേക മാർക്കറ്റിംഗ് രീതി ഉണ്ടായിരുന്നു. വില കുറവാണ്, വളരെ വീക്കായ ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് അർബൻ പൈങ്കിളിയാണത്. പണ്ട് നമ്മുടെ പൈങ്കിളി റൂറലായിരുന്നു, മരഞ്ചുറ്റി പ്രേമവും മയിലാടും കുന്നും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അർബൻ പൈങ്കിളി ഇറങ്ങി. ഈ അർബൻ പൈങ്കിളി വായിച്ച് പരിഭാഗം വന്നവരാണ് ഇപ്പോൾ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കുള്ളവർ അത് പറ്റില്ല അത്. അപ്പോൾ അവരെല്ലാവരും കൂടി ഈ നോവൽ എഴുതി ഭയാനകങ്ങളായ നോവൽ. മാത്രമല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നമ്മളൊരു വിദേശ രാജ്യത്തിൻ്റെ ഒരു കഥ എഴുതുന്നു. ഓക്കെ, അതിനകത്തൊരു ഇന്ത്യൻ കണക്ഷനോ കേരള കണക്ഷനോ എന്തെങ്കിലും വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഇപ്പം ഞാനൊരു നോവൽ എഴുതുകയാണ്. ബെൽജിയത്തിലെ ഒരു ഗ്രാമം, വിക്കിപീഡിയ നോക്കി ബെൽജിയത്തിൽ 5-6 ആളുകളുടെ പേരുമൊക്കെ വെച്ച് ഒരു കഥ എഴുതി. എനിക്ക് എന്ത് കാര്യമാണ് ഈ ബെൽജിയത്തിൽ ഇടപെടാൻ? കോങ്കോയിലും ബെൽജിയത്തിലും ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ട്? ഞാൻ അവതരിപ്പിക്കേണ്ട ചരിത്രാനുഭവങ്ങൾ, എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ഇതാണ് മലയാളത്തിൽ ഇന്നത്തെ ഭൂരിപക്ഷ എഴുത്തിൻ്റെയും ഒരു സ്വഭാവം. എന്നാൽ മലയാളത്തിൽ നോവലെല്ലാം അന്തരിച്ചു പോയി എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടില്ല. മലയാളത്തിൽ ഒന്നാന്തരം നോവലുകൾ വരുന്നുണ്ട്. ഒരു ഉദാഹരണം, ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ, ജ്ഞാനഭാരം, ഈ 2 നോവലുകൾ എടുത്താൽ മാത്രം മതി. ഞാൻ ഈ സന്തോഷിൻ്റെ നോവലിൻ്റെ പേര് പറഞ്ഞത് മറ്റ് മലയാളത്തിലെ കൊള്ളാവുന്ന നോവലിസ്റ്റുകളോടൊന്നും എനിക്ക് വിയോജിപ്പുണ്ടായിട്ട് അത് വന്നില്ല. 1.5 മിനിറ്റിനകത്ത് എല്ലാ നോവലിസ്റ്റുകളെയും പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് പൊതുവെ സന്തോഷകരമായൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വരെ. ഇതാണ് ചേതൻ ഭഗത്. എനിക്ക് പുതുതായിട്ട് നോവൽ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, കുട്ടികളോടാണെങ്കിൽ മുതിർന്നവരോട് ഉപദേശമില്ല, നോക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ചേതൻ ഭഗത്തിനേക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. കൊള്ളാവുന്ന ആരെങ്കിലും വായിച്ച് നോവൽ എഴുതാൻ ശ്രമിക്കുക. പക്ഷേ അവസാനത്തെ ചോദ്യം, ഇപ്പം നല്ലതും ചീത്തയും വേർതിരിക്കലല്ല സാഹിത്യ സംസ്കാരത്തിൽ എങ്ങനെ സാഹിത്യം പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആലോചനകളാണ് സംസ്കാര വിമർശനത്തിനെങ്കിൽ, ഈ പറഞ്ഞതേ വെച്ച് നമുക്ക് ഇപ്പോൾ സംസ്കാര വിമർശനം ചെയ്യുന്നത് കമ്പോള യുക്തികൾക്ക് സാധൂകരണം ചമക്കിയാണ് എന്നൊരു വിമർശനം വന്നാൽ, ഒറ്റ മിനിറ്റിൽ മാഷ് എങ്ങനെ അതിന്? സംസ്കാര വിമർശനത്തിൻ്റെ പിൽക്കാലത്തിന് അങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. കമ്പോളത്തിൻ്റെ യുക്തികളെ സാധൂകരിക്കാനും അതിന് സൈദ്ധാന്തികമായ ചില പരിവേഷങ്ങൾ നൽകാനുമുള്ള ശ്രമം സംസ്കാര വിമർശനം എന്ന് പറയുന്ന വിജ്ഞാന വ്യവസ്ഥയ്ക്ക് തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ലഘുവായൊരു ഉദാഹരണം പറഞ്ഞാൽ, സബാൾട്ടേൺ സ്റ്റഡീസ് തുടങ്ങിയ സമയത്ത് സബാൾട്ടേൺ സ്റ്റഡീസിലെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു നമ്മുടെ ഡൽഹി സർവകലാശാലയിലെ, അദ്ദേഹത്തിൻ്റെ പേര് ഡിക്ലൈൻ ഓഫ് സബാൾട്ടേൺ എഴുതിയത് അല്ലല്ല, വിവേക് ചെബ്ബർ അല്ല, ആ ഗ്രൂപ്പിലുള്ള ഒരു ഹിസ്റ്റോറിയൻ. അദ്ദേഹം 4ാമത്തെ ഗുഹയല്ല, ഞാൻ പറയാം, അദ്ദേഹം 4ാമത്തെ വോള്യം എഴുതുന്ന സമയമായപ്പോഴേക്കും സുമിത് സർക്കാർ ആ സബാൾട്ടേൺ ഗ്രൂപ്പിലുണ്ട്. 4ാമത്തെ വോള്യമായപ്പോഴേക്കും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയും അദ്ദേഹം ഒരു ലേഖനം എഴുതുകയും ചെയ്തു. അതിൻ്റെ ശീർഷകം ദ ഡിക്ലൈൻ ഓഫ് സബാൾട്ടേൺ ഇൻ സബാൾട്ടേൺ സ്റ്റഡീസ് എന്നാണ്. കാരണം കീഴാളരുടെ കഥ എഴുതാൻ തുടങ്ങിയിട്ട് അവസാനം എന്താ പറയുക, ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ ധരിച്ചിരുന്ന വസ്ത്രം, അവരുടെ കൊട്ടാരത്തിൻ്റെ അലങ്കാര രീതി, അവരുടെ ഗാർഡനിങ്ങിൻ്റെ ചരിത്രം, ഇതെല്ലാം എഴുതുകയും ഇതെല്ലാം സംസ്കാര പഠനമായി തീരുകയും വാസ്തവത്തിൽ കൾച്ചർ സ്റ്റഡീസ് മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച അടിത്തട്ട് ജനത എന്ന് പറയുന്നത് ഏതാണ്ട് പോവുകയും ചെയ്തു. ആ നിലയിലുള്ള മാറ്റം വാസ്തവത്തിൽ നമ്മുടെ സംസ്കാര പഠനത്തിൻ്റെ പല വഴികളിലും ഇപ്പോഴും തെളിയുന്നുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ എഡ്ജ് നഷ്ടപ്പെടുകയും അത് കമ്പോളത്തിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ന്യായവാദങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം സംസ്കാര പഠനത്തിന് കൊടുത്തുകൂടാ. ഈ ചെയ്തവൻ്റെ തകരാറ് സിദ്ധാന്തത്തിൻ്റെ ആകമാനമുള്ള തകരാറാണ് എന്ന മട്ടിൽ കണ്ടുകൂടാന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. പ്രധാന ചോദ്യം, രാഹുൽ ഒരു വലിയ വായനക്കാരൻ കൂടിയാണ്, അപ്പോൾ ഒരു സാഹിത്യ വിമർശകൻ വായനക്കാരൻ കൂടി ആവേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്. സാഹിത്യ നിരൂപണം ചെയ്യുന്ന ആൾ വായനക്കാരനാവുന്നത് ഗുണം എന്തെന്ന് വെച്ചാൽ, ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ചിട്ടും ഏറ്റവും പുതിയ നോവലുകളെ കുറിച്ചിട്ടും ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് കിട്ടുകയും പല തരത്തിലുള്ള വായനകൾ നടത്തുന്നതുകൊണ്ട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വായനകൾ ലഭിക്കുന്നതിലൂടെ ലോക സാഹിത്യത്തിൻ്റെ ഒരു എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ദിശാബോധം എങ്ങനെയാണ്, അത് കേരളത്തിൽ മലയാള ഭാഷയിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാള ഭാഷയുടെ സ്ഥിതിഗതികൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു അവബോധം കിട്ടാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഈ പരന്ന വായന കൊണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടിയാണുള്ളത്. നിങ്ങൾക്ക് ഇടപെടാനുള്ള സമയമാണ്. പാനലിസ്റ്റുകളോട് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക. ആരോടാണ് എന്ന് പറയുക, സ്പെസിഫിക് ആയി ചോദ്യം ഉന്നയിക്കാനും ശ്രമിക്കുക. 10 മിനിറ്റ് കൊണ്ട് പരമാവധി ക്രിയേറ്റീവായി നമുക്ക് ചർച്ച നടത്താം. എൻ്റെ പേര് രഘു എന്നാണ്. എനിക്ക് സുനിൽ മാഷിനോട് ചോദിക്കാനുള്ളതാണ്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പ് ജൂൺ മാസത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങയുടെ ഇപ്പം ഇതിനകത്ത് ഈ ഹെഡിങ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അത് 1924 അതായത് 2024 ആയപ്പോഴത്തേക്കിനും കുമാരനാശാൻ്റെ ചരമശതാബ്ദി അനുബന്ധിച്ച് അങ്ങ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും അങ്ങയ്ക്കൊരു ന്യൂനപക്ഷ പ്രീണന നയം
ഈ ലേഖനത്തിൽ വന്നിട്ടുണ്ടോ? അതാണോ അദ്ദേഹം അങ്ങ് നിരൂപണത്തിൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് സംശയം തോന്നി. കാരണം പിന്നെ ആശാൻ എഴുതിയ കരുണ, ചണ്ടാല ഭിക്ഷുകി, നളിനി, ലീല, ചിന്താവിഷ്ടയ സീത, ഇതെല്ലാം അങ്ങ് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം 1921 ആ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അത് പോയി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ദുരവസ്ഥയെ കുറിച്ച് മാത്രം അങ്ങ് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഒന്ന് വ്യക്തമാക്കാവോ? നോക്കൂ, ഞാനിപ്പോൾ ആശാൻ്റെ എല്ലാ കൃതികളെയും സ്പർശിച്ചുകൊണ്ടല്ല അത് എഴുതിയിട്ടുള്ളത്. നിശ്ചയമായിട്ടും ആശാനെക്കുറിച്ചുള്ളൊരു സമഗ്ര പഠനവുമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആശാൻ്റെ സീതാകാവ്യത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആശാൻ കവിതയെക്കുറിച്ച് ഞാൻ ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതിൽ സംഗതമെന്ന് തോന്നുന്ന ഇപ്പം ആശാൻ്റെ കാവ്യജീവിതത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമൂഹികമോ സൗന്ദര്യശാസ്ത്രപരമോ ദാർശനികമായ തലങ്ങളെ വിശദീകരിക്കാൻ പര്യാപ്തമായ ആശയങ്ങൾ നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ വിശദീകരണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരവസ്ഥയെ സംബന്ധിച്ച് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു വിശദീകരണം വേണമെങ്കിൽ ഞാൻ പറയാം. ചണ്ടാലഭിഷികയും ദുരവസ്ഥയും താരതമ്യപ്പെടുത്തിയിട്ട് കേസരി പറഞ്ഞു ചണ്ടാലഭിഷികയാണ് മെച്ചപ്പെട്ട കൃതി. അത് നമ്മൾ കരുതുന്ന പോലെ സൗന്ദര്യപരമായ ഘടകങ്ങൾ കൊണ്ടല്ല, 2 പോരായ്മകൾ ദുരവസ്ഥയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തേത്, അത് സങ്കുചിതമായൊരു ഹൈന്ദവ വീക്ഷണ കൂടി ആ കൃതിയിലുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മലബാർ കലാപം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികമായ ഘടകങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കാൻ ആശാന് കഴിഞ്ഞിട്ടില്ല. ആ 2 കാരണങ്ങളും ദുരവസ്ഥയേക്കാൾ വളരെ മെച്ചപ്പെട്ട കൃതിയായിട്ട് ചണ്ടാലഭിഷികയെ മാറ്റി തീർക്കുന്നുണ്ട് എന്ന് കേസരി പറയുന്നുണ്ട്. കേസരി പറയുന്ന ആ നിരീക്ഷണത്തിൽ ചില വസ്തുതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ ഞാനത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് എന്താ പറയുക, എൻ്റെ സാമൂഹികവും സൗന്ദര്യപരവുമായ ബോധ്യങ്ങളോട് ഒത്തുപോകുന്ന കൃതികളെ മുൻനിർത്തി അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ന്യൂനപക്ഷപരമായ പ്രീണനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്രൂര മുഹമ്മദർ എന്ന വാക്കിനെ മുൻനിർത്തി ആശാൻ ഇസ്ലാമോഫോബിക്കാണ്, ഇസ്ലാം വിരുദ്ധനാണ് എന്നൊക്കെ വാദിക്കുന്ന രീതിയോടും 1% പോലും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. ആ വാദമൊന്നും വാസ്തവത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നുമില്ല. ഓരോ കൃതിയും ഓരോരുത്തർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് എന്ന ഒരു ചിന്ത ഇന്ന് ഉയർന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ നിരൂപണത്തിന്റെ സാമൂഹിക സ്ഥാനം എവിടെയാണ്? ഈ പറഞ്ഞത് ശരിയാ. ഇന്ന് മാത്രമല്ല, പണ്ടും ഉണ്ട് ഈ ചിന്ത കേട്ടോ. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഓരോ രീതിയിലും അനുഭവപ്പെടുന്ന കൃതിയിലെ ഏതെങ്കിലും ഒരു അനുഭവ സാഹചര്യത്തെയാണ് സാഹിത്യ നിരൂപകർ ആവിഷ്കരിക്കുന്നത്. അത് മറ്റൊരു വൈകാരിക അനുഭവമാണെങ്കിൽ ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രഥനമാണ്. അപ്പം വായനക്കാരുടെ റെസ്പോൺസ്, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്നൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. വായനക്കാരുടെ അനുഭവങ്ങളെ കുറച്ചുകൂടി ചരിത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ജീവിതാവസ്ഥകളുടെയും പരിസ്ഥിതിയിൽ വിശദീകരിക്കുന്ന ധർമ്മമാണ് സാഹിത്യ നിരൂപണം ചെയ്യുന്നത്. മറ്റേത് വായന നമ്മുടെ വൈകാരിക അനുഭവം ആയിരിക്കും. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അടുത്ത സെഷൻ്റെ അതിഥികൾ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ ഇത് അവസാനിക്കുന്നില്ല. ഒരു പ്രസ്താവനയിൽ നിന്നാണ് തുടങ്ങിയത്. സാഹിത്യ വിമർശനം നിലനിൽക്കുന്നു, തുടരുകയും ചെയ്യുന്നു. സാഹിത്യ വിമർശനം ആത്യന്തികമായി ചെയ്യുന്നത്, എനിക്കിതിൻ്റെ അവസാനം എന്നുള്ള നിലയിൽ പറഞ്ഞു വെക്കാനുള്ളത്, സാഹിത്യ വിമർശനം ആത്യന്തികമായി ചെയ്യുന്നത് സംവാദത്തിൻ്റെ ഒരു ഭൂമിക സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു സാഹിത്യ കൃതിയെ മുൻനിർത്തി ഒരു വലിയ ഡിസ്കോഴ്സ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാഹിത്യ വിമർശനം നിലനിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു ആവശ്യം കൂടിയാണ്. സംവാദം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാൽ സാഹിത്യ വിമർശനം നിലനിൽക്കുക എന്നത് രാഷ്ട്രീയ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സാഹിത്യ വിമർശനത്തെ കുറച്ചുകൂടി വായനയിൽ ഉൾപ്പെടുത്തുക എന്ന അഭ്യർത്ഥനയോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.